ഹിന്ദിയിലെ ചാപ്റ്റർ 1 മാതൃഭൂമി. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനിച്ചു വളർന്ന ഭൂമി, അതായത് നമ്മൾ ജനിച്ചു വളർന്ന രാജ്യം, നമുക്ക് ഇന്ത്യ. നമുക്ക് ആദ്യം കവിത ആരാണ് എഴുതിയതെന്ന് നോക്കാം. സോഹൻലാൽ ദ്വിവേദിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഊഞ്ചാ ഖടാ ഹിമാലയ് ആകാശ് ചൂംതാ ഹേ നീച്ചെ ചരൺ തലേ ചുക് നിത് സിന്ധു ചൂംതാ ഹേ. ഇതിലെന്താണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് എന്തുണ്ട്? ഹിമാലയ പർവ്വതം ഉണ്ട് അല്ലേ? ഹിമാലയ പർവ്വതം നമ്മുടെ ഇന്ത്യക്ക് ഒരു കിരീടം വെച്ച പോലെയാണ് നിൽക്കുന്നത്. ഊഞ്ചാ ഖടാ ഹിമാലയ്, അതായത് നമ്മുടെ ഇന്ത്യക്ക് മുകളിൽ മുകളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതം ആകാശ് ചൂംതാ ഹേ. ചൂംതാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുംബിക്കുക, ആകാശം ചുംബിക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഹിമാലയം ആകാശത്തെ ചുംബിക്കുന്നതായിട്ടുണ്ട്. നീച്ചെ ചരൺ തലേ ചുക് നിത് സിന്ധു ചൂംതാ ഹേ. നീച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? താഴെ. ചരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല്. തലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്ത്, അതായത് താഴെ കാലിൻ്റെ അടിഭാഗത്തായിട്ട് നിത് സിന്ധു ചൂംതാ ഹേ. സിന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം. എല്ലാ ദിവസവും, അതായത് ഡെയിലി നമ്മുടെ കാലിൻ്റെ അടിവശത്തായിട്ട് നിത സിന്ധു ചൂംതാ എന്ന് പറഞ്ഞാൽ സമുദ്രം ആടി ഉലഞ്ഞു പോകുന്നു. അതായത് കവി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ താഴ്ഭാഗത്തായിട്ട് എന്തുണ്ട്? ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ടല്ലേ, അത് നമ്മുടെ കാലിൻ്റെ അടിയിലെ കൂടെ നമ്മളെ തഴുകി പോകുന്നത് പോലെ എല്ലാ ദിവസവും ഒഴുകി പോകുന്നുണ്ട്. ഈ നദിയാം ലഹർ രഹി ഹേ ജഗ്മഗ് ഛഠാ നിരാലി പഗ് പഗ് ചഹർ രഹി ഹേ. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള 3 നദികളാണ് ഗംഗ, യമുന, സരസ്വതി. ഈ 3 പവിത്ര നദികളും ലഹർ രഹി ഹേ അലയടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. ജഗ്മഗ് ഛഠാ നിരാലി പഗ് പഗ് ചഹർ രഹി ഹേ. ജഗ്മഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്ന, ഛഠ ശോഭയുള്ള, നിരാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യമായ, പഗ് പഗ് ചഹർ രഹി ഹേ. പഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചുവടിലും, ചഹർ പരത്തുക. അതായത് ഈ 3 നദികളും അവരുടെ ശോഭ പരത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുല്യമായ ശോഭ പരത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഹ് പുണ്യഭൂമി മേരി വഹ് സ്വർണ്ണഭൂമി മേരി വഹ് ജന്മഭൂമി മേരി വഹ് മാതൃഭൂമി മേരി. കവി പറയുക, വഹ് പുണ്യഭൂമി മേരി, ഇതെൻ്റെ പുണ്യഭൂമിയാണ്. അതായത് എന്നെ കൊണ്ട് ഒരുപാട് പുണ്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന എൻ്റെ പുണ്യഭൂമിയാണ്. വഹ് സ്വർണ്ണഭൂമി മേരി, സ്വർണ്ണഭൂമി ആണിത് എന്ന് പറയാൻ കാരണം നമ്മളിവിടെ കുറേ കൃഷി ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ ഇന്ത്യയിൽ പലതരം കൃഷികൾ ചെയ്യുന്നുണ്ട്. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. പവിത്രതയും സ്വർണം പോലെ സുന്ദരവുമായ ഭൂമിയാണ് എൻ്റേത്. വഹ് ജന്മഭൂമി മേരി, ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ജന്മഭൂമി എന്താണ്? ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഭൂമിയാണ് ഇന്ത്യ. വഹ് മാതൃഭൂമി മേരി, ഇതെൻ്റെ മാതൃഭൂമിയാണ്. झरने अनेक झरते जिसकी पहाड़ियों में चिड़ियाँ चहक रही है हो मस्त ചാടിയോ മേം. ഝർനെ അനേക് ഝർത്തെ. ഝർനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളച്ചാട്ടം. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അല്ലേ. ജിസ്കി പഹാടിയാമ്മേം, അതായത് മലകളിൽ കൂടി ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ചിടിയാം ചഹക് രഹി ഹേ. ചിടിയാം പക്ഷികളുടെ കളകള ശബ്ദവും, അതായത് പക്ഷികൾ പാട്ട് പാടുന്ന പോലെ കളകള ശബ്ദം ഉണ്ടാക്കുന്നത്. ഹോ മസ്ത് ചാടിയോമ്മേം. ചാടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളും ഇതൊക്കെയുള്ള ഒരു കുറ്റിക്കാടിനെയാണ് ചാടിയ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പക്ഷികളും കിളികളൊക്കെ കുറ്റിക്കാട്ടിൽ നിന്ന് കളകള ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പർവ്വതങ്ങളിൽ നിന്നും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള ഒരു പുണ്യഭൂമിയാണ് എൻ്റേതെന്നാണ് കവി ഇതിൽ പറയുന്നത്.